ഓം യസ്യാം സമുദ്രവുദസിന്ധുരാപോ യസ്യാമന്നം കൃഷ്ടയഃ സംഭഭൂവുഃ യസ്യാമിദം ജിന്വതി പ്രാണതേജത് സാനോ ഭൂമി പൂർവപേയേ ദധാതു. അപ്പോൾ ഡോക്ടർ ശരിക്കും ഈ അടുത്ത് എനിക്ക് എൻ്റെ സ്റ്റുഡൻസ് തന്നെ ഒരുപാട് പേര് പല മേഖലകളിൽ ഡോക്ടേഴ്സ് ഉണ്ട്. ആയുർവേദമുണ്ട്, ഹോമിയോ ഉണ്ട്, അതുപോലെ തന്നെ അലോപ്പതി ഉണ്ട്. പലരും റിസർച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ എൻ്റെ അടുത്തൊരു ഫ്രണ്ടായിട്ടുള്ളൊരു ഡോക്ടർ എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിന് ആദ്യം അഡ്മിഷൻ കിട്ടിയത് ആയുർവേദത്തിലാണ്. അപ്പോൾ ആയുർവേദം പഠിക്കാനായിട്ട് അദ്ദേഹം പോയി 1 വർഷം മെനക്കെട്ടു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു ജീവിതത്തിൽ നിന്ന് 1 വർഷം പാഴിപ്പോയി. കാരണം ചെന്ന ഉടനെ പറയുന്നത് ബ്രഹ്മസൃഷ്ടമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറേ കഥകളാണ് പറഞ്ഞത്. അപ്പൊ കഥയും യാഥാർത്ഥ്യവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഞാനതിനെ നിഷേധിച്ചു. എന്നിട്ട് ഞാൻ അദ്ദേഹത്തിനത് നമ്മളൊരു ഡിസ്പ്യൂട്ടായി. പക്ഷെ ഈ ഒരു സംശയം പല ആളുകളുടെയും മനസ്സിലുള്ളൊരു കാര്യമാണ്. അപ്പൊ ആയുർവേദത്തിന്റെ ശരിയായ രീതിയിലുള്ള ഒരു വഴിത്താര എങ്ങനെയായിരുന്നു? അത് എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളിലും സൃഷ്ടാവ് സൃഷ്ടിയെ സൃഷ്ടിച്ചു എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിപ്പോൾ സെമിറ്റിക് മതങ്ങളിലും ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിലും അങ്ങനെയാണ് പറയണതെന്നാണ് അവർ പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഇത് സനാതന ധർമ്മത്തിലും ബ്രഹ്മാവ് സൃഷ്ടിയുടെ ദേവനും വിഷ്ണു സ്ഥിതിയുടെ ദേവനും അഥവാ മെയിൻ്റനൻസ് എല്ലാം വിഷ്ണുവിൽ അധിഷ്ഠിതമാണെന്നും ശിവൻ സംഹാരമൂർത്തിയാണെന്നും ആണ് പറയപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാം വന്നത് സൃഷ്ടാവിൽ നിന്നാണ് എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞ എല്ലാം കഥ പറയുന്നത് പോലെ എന്ന് പറയുന്നതിനുള്ള മറുപടിയാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് ജീവിച്ചു മരിച്ചു പോയി കഴിഞ്ഞാൽ ഞാനും ബിജു സാറും അടക്കമുള്ള ആളുകളും കഥയായിട്ട് മാറുകയാണ്. പിന്നീട് അടുത്ത ആളുകൾ പറയുമ്പോൾ ഇത് കഥ മാത്രമാണ്. മനസ്സിലായല്ലോ? പിന്നീടാണ് ഫോസിലുകൾ ശേഖരിക്കലും ഫോസിലുകളിൽ നിന്ന് കണ്ടുപിടിക്കുന്നതും DNA വേർതിരിക്കുന്നതും ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് ശേഖരിക്കലും. പിന്നെ ഇപ്പോഴുള്ള ആളുകൾക്കാണ് എല്ലാറ്റിനും തെളിവുകൾ വേണ്ടത്. അഥവാ കാണുന്നത് മാത്രമേ വിശ്വസിക്കൂ എന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു വിഭാഗത്തിൽ ജനങ്ങൾ ഉയർന്നു വന്നതാണ് സത്യത്തിൽ വിൻസ്റ്റൺ ചർച്ചിൽ ഇവിടെ ഇട്ടിട്ട് പോയ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ മൂല്യച്യുതി. കാരണം ഈ വ്യക്തി ഉണ്ടാവുന്ന ബീജത്തിനെ പോലും ഇയാൾക്ക് കാണണമെങ്കിൽ ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ സഹായമാണ്. ഇത് ഈ പറയുന്ന ആള് ഇപ്പൊ അദ്ദേഹത്തിനോട് ഈ പറഞ്ഞു എന്ന് പറഞ്ഞ ആ സുഹൃത്ത് പോലും ഉണ്ടായ ബീജം ദൃഷ്ടിഗോചരമല്ല, അഥവാ കാണാൻ പറ്റുന്നതല്ല. അതുപോലെ ഈ ലോകത്ത് സൂക്ഷ്മമായ അണുവിൽ നിന്നാണ് എല്ലാ സംഗതികളും, സ്ഥൂലമായി ഇന്ന് കാണുന്ന എല്ലാ സംഗതികളും ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമ്മുടെ ആചാര്യന്മാരെ എല്ലാ വിവരണങ്ങളിലും എല്ലാ തരം പുസ്തകങ്ങളിലും ഗ്രന്ഥങ്ങളായിട്ടുള്ള എല്ലാ ഉപനിഷത്തായിക്കോട്ടെ പുരാണങ്ങളായിക്കോട്ടെ എല്ലാവരും വിവക്ഷിച്ചു വെച്ചിരിക്കുന്നത് സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലമുണ്ടായി. അതുകൊണ്ട് സൂക്ഷ്മവും സ്ഥൂലവും രണ്ടല്ല. ഇത് രണ്ടിലേക്കും ചേർന്ന് നിൽക്കുന്ന ഒരു പാത കണ്ടെത്തുന്നതാണ് സ്വാസ്ഥ്യം അഥവാ സുഖം എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഉത്തരമായിട്ട് പറയാനുള്ളത് അതാണ്. പറഞ്ഞു പോയ കഥകൾ എന്ന രീതിയിൽ അവജ്ഞയോടെ തള്ളിക്കളയാതെ ചില കഥകൾ ഇപ്പം ഈ പറഞ്ഞ ആളുടെ ഇതിനുള്ള മറുപടിയായിട്ട് ഞാൻ ഈ ക്വസ്റ്റ്യനും കൂടി അതിൽ ചേർക്കുകയാണ്. കാരണം ഈ പറഞ്ഞ ആൾക്ക് അയാളുടെ അച്ഛൻ ആരാന്ന് ചോദിച്ചാൽ അയാൾക്ക് അറിയാം. ആ അച്ഛൻ്റെ അച്ഛൻ ആരാന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അറിയുണ്ടാവും. അതിൻ്റെ അച്ഛൻ ആരാന്ന് ചോദിച്ചാൽ ഇയാൾക്ക് അറിയോ? ഇയാൾ പറഞ്ഞു കേട്ടത് മാത്രമാണ് ആ കഥ. ഇപ്പൊ ഒരു ചാത്തര് നായരുടെ മകൻ, അടുത്ത ആള് ഒരു രാമേന്ദ്രൻ നായർ, അടുത്ത ആള് രാമേന്ദ്രൻ നായരുടെ മകൻ ഒരു ഗോപാലകൃഷ്ണൻ, ഈ ഗോപാലകൃഷ്ണന്റെ മകൻ ദീപു. ഈ ദീപുവിന് ഈ ചാത്തര് നായരെ വരെ അറിയാൻ പറ്റുണ്ടാവും.
അഥവാ അത് വല്ല രേഖാചിത്രമോ അന്ന് എടുത്തു വെച്ച ഫോട്ടോ ഒക്കെ ഉണ്ടാവും. അപ്പൊ പറയാം എൻ്റെ അപ്പൂപ്പൻ്റെ അച്ഛനാണ് അല്ലേ. അപ്പൊ ഈ അപ്പൂപ്പൻ്റെ അച്ഛൻ്റെ മുകളിലേക്കുള്ള തലമുറ ആരാണ്? അത് കേട്ട പരിചയം മാത്രമേ ഉള്ളൂ. അപ്പൊ കേട്ട പരിചയം മാത്രം വെച്ച് ജീവിക്കുന്ന ഈ ആളുകളാണ് എല്ലാം കാണണമെന്ന് വാശി പിടിക്കണം. അത് മാത്രമേ ഈ ബ്രഹ്മസ്മൃത്വ ആയുഷോ വേദം പ്രജാപതി മജിഗ്രഹത് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന ആയുർവേദ ഗ്രന്ഥം ഒരു വർഷം പഠിച്ച് എൻ്റെ സമയം പോയി എന്ന് പറയുന്ന ഒരാളോട് നമുക്ക് സഹതാപം മാത്രമേ മാത്രമേ. അപ്പൊ ഇതിന്റെ വഴി എങ്ങനെയായിരുന്നു? കാരണം ബ്രഹ്മസൃഷ്ടമാണെന്ന് പറയുന്നെങ്കിലും അതിനുശേഷം ഈ പതഞ്ജലി മഹർഷി തൊട്ട് ഇങ്ങോട്ടുള്ള ആ ഒരു വരവ് എന്ന് പറഞ്ഞിരുന്നു, എങ്ങനെയാണെന്ന്? അത് ആദ്യം നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറയണത് എന്താ വെച്ചാൽ, സൃഷ്ടാവ് സൃഷ്ടികളെയൊക്കെ സൃഷ്ടിച്ച് മൃഗങ്ങൾക്കും മനുഷ്യർക്കും വൃക്ഷങ്ങൾക്കും ലതാദികൾക്കും ഒക്കെ ചില കേടുപാടുകൾ വരാൻ തുടങ്ങിയപ്പോൾ, അഥവാ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞ അസുഖങ്ങൾ വരാൻ തുടങ്ങിയപ്പോൾ, സ്വാഭാവികമായിട്ടും ഇതിനൊരു മറുപടി ഞാൻ തന്നെ കണ്ടെത്തണമല്ലോ എന്നുള്ള ബ്രഹ്മദേവന്റെ ചിന്തയിൽ നിന്നാണ് അദ്ദേഹം, നിങ്ങൾക്കൊക്കെ അറിയാലോ, അറിവിൻ്റെ അങ്ങേയറ്റം കണ്ട ദൈവിക സങ്കല്പമായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ മുഖങ്ങളും ഓരോ അറിവാണെന്നാണ്, ഓരോ വേദങ്ങളും വന്നത് ഓരോ മുഖത്ത് നിന്നാണെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 4 വേദങ്ങളുടെ ഉപവേദമായിട്ട് ആയുർവേദം എന്ന് പറയുന്ന 5ാമത്തെ വേദമായിട്ട് ഈ ചികിത്സയും രോഗവും രോഗനിദാനവും സംപ്രാപ്തിയും ലക്ഷണവും എല്ലാം കൂടെ പറയുന്ന ആയുർവേദത്തിനെ അദ്ദേഹം വിവക്ഷിച്ചു എന്നാണ്. ഇതിനെ തന്നെ അദ്ദേഹം മനുഷ്യ ആയുർവേദം, ഹസ്ത്യ ആയുർവേദം, വൃക്ഷ ആയുർവേദം എന്നൊക്കെ രീതിയിൽ വീണ്ടും വീണ്ടും വിഭജിച്ച് ആയുർവേദത്തിനെ ഒരുപാട് വിപുലീകരിച്ച് അന്ന് തന്നെ അദ്ദേഹം ഈ ദക്ഷപ്രജാപതിക്ക് പറഞ്ഞു കൊടുത്തു എന്നാണ്. സ്വന്തം മകനായിട്ടുള്ള ദക്ഷപ്രജാപതിനെയാണ് ആദ്യം പഠിപ്പിച്ചത്. അങ്ങനെ ദക്ഷപ്രജാപതിയാണ് അശ്വനി കുമാരന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തതെന്നും അശ്വനി കുമാരന്മാരിൽ നിന്ന് പിന്നെ ആത്രേയാദി മുനിമാരിലേക്ക് ഇത് വന്നു എന്നും ആത്രേയ മുനിയുടെ ശിഷ്യന്മാരെ പഠിപ്പിക്കണം. ഓരോ ശിഷ്യന്മാരും ഇതിനെ പറ്റിയിട്ട് ഓരോ ഗ്രന്ഥങ്ങൾ അവരവരുടെ, അതാണ് അന്നത്തെ ശിഷ്യന്മാരുടെ പ്രത്യേകത. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊക്കെ അങ്ങനെയാണ്. നിങ്ങൾ പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കുന്നത് ഒരു ഭാഗം, നിങ്ങൾ ഗുരുവിൽ നിന്ന് പഠിക്കുന്നത് വേറൊരു ഭാഗം. ഇതൊന്നും അല്ലാത്തൊരു ഭാഗമാണ് പ്രാക്ടിക്കലി നിങ്ങൾ നേരിടേണ്ടി വരിക. ഇപ്പം അവിടെ കാണുന്ന ആ വളവിൽ ഇന്ന് വരുന്ന ലോറി ആയിരിക്കില്ല നാളെ അവിടെ സ്കൂട്ടറായിരിക്കും വരിക ചിലപ്പോൾ നമ്മൾ പോകുമ്പോൾ. അപ്പോൾ ഒരു ഡ്രൈവിങ് അറിയുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഓരോ ദിവസവും അവിടെ ഓരോ വണ്ടീനെ നമ്മൾ പ്രതീക്ഷിക്കും. അത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. അപ്പം നമ്മൾ കാണുന്ന, അപ്പം ഞാനൊരു സ്കൂട്ടർ മാത്രം കണ്ടിട്ട് മറ്റൊരാളുടെ ക്വസ്റ്റ്യനിലേക്ക് തന്നെ ഞാൻ പറയണം ഇല്ല അവിടെ ലോറി വരാറില്ല എന്ന് പറഞ്ഞാൽ അത് അയാളുടെ അബദ്ധമായിട്ടേ നമുക്ക് പറയാൻ പറ്റൂ. അപ്പൊ ഇതിന്റെ പട്ടിക ക്രമപ്രകാരം ഗുരുകുല സമ്പ്രദായത്തിൽ ഓരോ ഗുരുക്കന്മാരും അവരവരുടെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു കൊടുക്കുകയും അവരവർ ഗുരുക്കന്മാരെ ഇമിറ്റേറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ അനുകരിക്കാതെ അവരുടെ സ്വന്തം കാഴ്ചപ്പാടിൽ അവർക്ക് തോന്നിയ സാധനങ്ങളെ വീണ്ടും എഴുതി വയ്ക്കുകയും, അങ്ങനെയാണ് ഹാരീത സംഹിത, കാശ്യപ സംഹിത, അഗ്നിവേശ തന്ത്രം, സുശ്രുത സംഹിത, ചരക സംഹിത, വാഗ്ഭടനന്റെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞു അഷ്ടാംഗ സംഗ്രഹം, അഷ്ടാംഗ ഹൃദയം, നാഗാർജുനൻ എഴുതിയ രസ പ്രിപ്പറേഷനെ പറ്റിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ, ഇങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ. നാഗാർജുനൻ സിദ്ധ ഇത് പ്രാക്ടീസ് ചെയ്യണ രസ പ്രിപ്പറേഷനും ഭസ്മങ്ങളും മെർക്കുറിക്കൽ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. അപ്പൊ ഇങ്ങനെ രസരത്ന സംശയമൊക്കെ അദ്ദേഹം എഴുതിയതാണ്. അപ്പൊ ഇത്തരം ഒരുപാട് ഗ്രന്ഥങ്ങൾ ഓരോ ആളുകൾ ഓരോ തന്ത്രത്തിൽ പ്രാവീണ്യം നേടുകയും അവരതിനെപ്പറ്റി ഗ്രന്ഥം എഴുതുകയും അവരവരുടെ ശിഷ്യന്മാരെ ഇത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്നും പാടിപ്പതിഞ്ഞ് മുത്തശ്ശിമാർക്ക് വരെ അവരുടെ മുത്തശ്ശിമാരത് പറഞ്ഞു കൊടുക്കുക അല്ലേ. ഈ കുട്ടി ജനിക്കുമ്പോൾ ഈ വയമ്പ് രുദ്രാക്ഷം കൊടുക്കണത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, തേനിൽ ചാലിച്ചിട്ട്. ഇത് എത്രയോ കാലമായിട്ട് അനുഷ്ഠിച്ചു വരുന്ന ഒരു സംഭവമാണ്. ഇത് എന്തുകൊണ്ട് കൊടുക്കുന്നു എന്ന് വെച്ചാൽ പണ്ട് എൻ്റെ മുത്തശ്ശി എനിക്ക് തന്നിട്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ പേരക്കുട്ടി ഞാൻ കൊടുക്കണമെന്ന് പറഞ്ഞൊരു മുത്തശ്ശീനെ എനിക്കറിയാം. അപ്പം ഇത്തരം കാര്യങ്ങൾ മുഴുവൻ തെളിവ് ചോദിക്കുന്ന സമ്പ്രദായം വന്നത് ഈ വിദ്യാഭ്യാസത്തിൻ്റെ ശേഷമാണ്. അന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ എൻ്റയർലി ഡിഫറൻ്റ് ആണ്. കാരണം എന്നെ ആയാലും ബിജു സാറിനെ ആയാലും ഒരു ഗുരുനാഥൻ്റെ ഗുരുകുലത്തിലേക്ക് എത്തുമ്പോൾ
തുറന്നു വിടുകയാണ്. എവിടേക്കാണ് ഈ കുട്ടി എവിടെയാണ് പോയി നിൽക്കണമെന്ന് നോക്കുകയാണ് ചെയ്യുക ഈ മഹർഷി. ഇപ്പൊ സാന്ദീപനി മഹർഷി കൃഷ്ണനെയും സുധാമാവിനെയൊക്കെ പറഞ്ഞയച്ചു എന്നാണ്. അപ്പൊ ഇവര് പോയി നിൽക്കുന്ന സ്ഥലത്ത് ഇവർക്ക് ഏറ്റവും താല്പര്യമുള്ളത് അയാൾ പോയി എടുക്കും. ഇപ്പോ കാർപ്പൻറ്റർ ഈ വർക്ക്സ് താല്പര്യമുള്ള ഒരു കുട്ടി അതിൻ്റെ അടുത്ത് പോയിക്കും. ഇരുമ്പിൽ താല്പര്യമുള്ള ഒരു കുട്ടി അതിൻ്റെ അടുത്ത് പോയിക്കും. കല്ലിൽ താല്പര്യമുള്ള കുട്ടി കല്ലിൻ്റെ അടുത്ത് പോയിക്കും. ആയുർവേദത്തിന് താല്പര്യമുള്ള കുട്ടി ആയുർവേദത്തിന് അവിടെ പോയി നിൽക്കും. പൂജാതി കർമ്മങ്ങളിൽ താല്പര്യമുള്ള ആൾ പൂജാതി കർമ്മത്തിന് പോയിക്കും. മന്ത്രതന്ത്രാദികളിൽ താല്പര്യമുള്ള ആൾക്കാർ അതിൽ പോയിക്കും. ഇങ്ങനെ അത് എന്തിനാ അങ്ങനെ പറഞ്ഞയക്കണ വെച്ചാൽ ഇതിൽ ഏറ്റവും നല്ല ബ്രീഡ് എന്നൊക്കെ പറയണ മാതിരി ഏറ്റവും നല്ല ആളായിരിക്കും പിന്നെ അയാള്. ഇയാളെ തോൽപ്പിക്കാൻ പിന്നെ ആ രംഗത്ത് വരാൻ, കാരണം അയാൾ അത് അത്രയും ഇഷ്ടത്തോടു കൂടി പഠിക്കുകയാണ്. ഇതായിരുന്നു അന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം. അപ്പൊ ആ ഇഷ്ടത്തോടു കൂടി പഠിക്കൽ മാറിയിട്ട് കഷ്ടത്തോടു കൂടി പഠിക്കൽ ആയപ്പോഴാണ് ഇത് കഷ്ടപ്പാടായത്. ഇപ്പൊ സാറ് പറഞ്ഞ ആ കഷ്ടത അദ്ദേഹം അനുഭവിക്കാൻ കാര്യം അതാണ്. ഇഷ്ടത്തോടു കൂടിയല്ല, കഷ്ടത്തോടു കൂടിയാണ്. അന്നത്തെ സമ്പ്രദായം ഇപ്പോഴത്തെ വീണ്ടും ഈ ഗുരുകുല സമ്പ്രദായത്തിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള അക്കാഡമിക് തലങ്ങൾ വരുന്ന കാലത്ത് ഈ ഇന്ത്യയൊക്കെ അന്നത്തെ ഭാരത ഭൂഖണ്ഡത്തിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ലെവലിലേക്ക് പോകൂ എന്നാണ്. അപ്പൊ അതിനടക്കം ഇപ്പൊ പറയുന്നത് പല ആളുകളും പല കേന്ദ്രങ്ങളും പറയണത് അല്ലെങ്കിൽ ഇപ്പൊ 50 വർഷം തിരിച്ചു പോണ പരിപാടിയാണ് ഓരോന്നും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ വിദ്യാഭ്യാസം അതാണ് പറഞ്ഞത്. അതെല്ലാം ഈ വിദ്യാഭ്യാസം ആദ്യം തന്നെ കട്ട് ചെയ്ത് പോയ സമയത്ത് അവർ പറഞ്ഞു, പ്രത്യേകിച്ച് വിൻസ്റ്റൺ ചർച്ചിൽ മൗണ്ട് ബാറ്റനോട് പറഞ്ഞു തരുന്നത് നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കുന്നത്. ഞാൻ എവിടെ വായിച്ച നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കാന്നേ ഉള്ളൂ, ഒരു പേടിയും പേടിക്കണ്ട, ഇവർ തമ്മിൽ ഒരു കാര്യത്തിന് യോജിപ്പുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക. അതൊരു സത്യമായിട്ട് തോന്നണേ. സ്വാതന്ത്ര്യം നമുക്ക് കിട്ടി, ആ സ്വാതന്ത്ര്യത്തിലെ വിദ്യാഭ്യാസം എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ളത് ഇപ്പോഴും ഒരു പ്രശ്നമാണ്. അതെ അതെ അതെ. അപ്പൊ അങ്ങിപ്പോ ആയുർവേദത്തിന്റെ ഒരു വഴിത്താരയെ കുറിച്ച് പറഞ്ഞു, ധാരാളം ഈ ഈശ്വര ചൈതന്യങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ ഗുരുപരമ്പരയെ കുറിച്ചും പറഞ്ഞു. അപ്പൊ അതിനോട് കൂടെ ചേർന്ന് നിൽക്കുന്ന മറ്റൊന്നാണ് സിദ്ധവൈദ്യം എന്ന് പറയുന്നത്. അപ്പൊ സിദ്ധന്മാരാൽ ലഭിച്ചത് എന്നുള്ള അർത്ഥത്തിലും സിദ്ധിച്ചത് എന്നുള്ള അർത്ഥത്തിലുമാണ് പറയുന്നത്. അപ്പൊ അത് നേരിട്ട് കിട്ടിയത് അത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ആയുർവേദവും സിദ്ധയും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട വൈജാത്യങ്ങൾ എന്താണ്? ഈ സിദ്ധവൈദ്യത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ഞാനും അങ്ങും സംസാരിച്ച വിഷയമാണ് അഷ്ടസിദ്ധികളെ കുറിച്ച് പറയേണ്ടിയിരിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ സിദ്ധി ലഭിച്ച ഒരാള് എന്ന് നമ്മൾ കണക്കാക്കുന്നത് ഈ അഷ്ടസിദ്ധിയും ലഭിച്ച മഹാമുനിമാരെയാണ്. അഗസ്ത്യ മഹർഷിയെ പോലെയുള്ള വലിയ വലിയ ആളുകളെ. അപ്പൊ ഈ അഗസ്ത്യ മഹർഷിയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് കുറച്ചും കൂടി രോമാഞ്ചത്തോടു കൂടി പറയേണ്ട ഒരു വിഷയം ഇവിടെ പറയാതിരിക്കാൻ പറ്റില്ല. അത് ആയുർവേദമായിട്ട് ബന്ധപ്പെട്ടതല്ല. അഗസ്ത്യ മഹർഷിയാണ് മഹാദേവന്റെയും ശ്രീപാർവതിയുടെയും കല്യാണം ഉണ്ടായ ത്രിയുഗി നാരായൺ ക്ഷേത്രമുണ്ട്. ഞാൻ അവിടെ പോയിട്ട് മെഡിറ്റേറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ ഈ ത്രിയുഗി നാരായൺ ക്ഷേത്രത്തില് ഈ കല്യാണം നടക്കുന്ന സമയം ഇപ്പോഴും അവിടെ ആ കുഴിയുണ്ട്. ഇവർ നിന്ന സ്ഥലം കുഴിഞ്ഞു പോയ ആ സ്ഥലമുണ്ട്. ആര് അമ്മയും അച്ഛനും മഹാവിഷ്ണു ഒക്കെ കൂടെ വന്നതുകൊണ്ട് ആ ഭാഗം കുറച്ച് താഴ്ന്നു പോയതായിട്ട്. അപ്പൊ അങ്ങനെ ഹിമാലയത്തില് കല്യാണത്തിന് എല്ലാവരും ക്ഷണിച്ചു. അപ്പൊ ചില കല്യാണത്തിന് അങ്ങനെയാണല്ലോ, എല്ലാവരും ക്ഷണിക്കണം, ആരെയും വിടില്ല. അപ്പൊ അന്നുണ്ടായിരുന്ന എല്ലാവരെയും ഈ കല്യാണത്തിന് ക്ഷണിച്ചു. അപ്പൊ ക്ഷണിച്ചപ്പോൾ എല്ലാ ദേവഗണങ്ങളും എല്ലാ അസുരഗണങ്ങളും മനുഷ്യന്മാരിൽ ഉത്തമോത്തമന്മാരായിട്ടുള്ള മനുഷ്യ കുലത്തിൽ പറഞ്ഞ മഹത്തുക്കളായിട്ടുള്ള മനുഷ്യരെയും എല്ലാവരും കൂടി ഒരു പ്രത്യേക പോയിന്റിലേക്ക് എത്തിയപ്പോൾ ഹിമാലയ സാനുക്കൾ താഴാൻ തുടങ്ങിയെന്നും. അപ്പൊ ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മഹാദേവൻ അങ്ങനെ നോക്കിയപ്പോൾ വളരെ ഉയരം കുറഞ്ഞിട്ടാണെങ്കിലും കുറച്ച് അപ്പുറത്ത് അഗസ്ത്യ മഹർഷി കമണ്ടലും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിനോട് പറഞ്ഞു, അല്ലയോ അഗസ്ത്യ, ദക്ഷിണ മുനമ്പിൽ പോയിട്ട് അങ്ങയുടെ പാദം കൊണ്ട് തള്ളവരെല്ലാം കൊണ്ടൊന്ന് അമർത്തിയെടുത്തൊന്ന് ബാലൻസ് ചെയ്യുമെന്നാണ്. ഇത്രയും ദേവഗണങ്ങളും ഇത്രയും മനുഷ്യഗണങ്ങളും ഇത്രയും അസുരഗണങ്ങളും ഇത്രയും സാക്ഷാൽ അൾട്ടിമേറ്റമായിട്ടുള്ള ആളുകളും അവിടെ ഇരിക്കുമ്പോൾ ഇവിടെയുള്ള താഴ്ച ബാലൻസ് ചെയ്യാൻ ഒരു വ്യക്തി മതി എന്ന് മഹാദേവൻ നിഷ്കർഷിക്കുമ്പോൾ തന്നെ അഗസ്ത്യ മഹർഷിക്ക് ലഭിച്ചിട്ടുള്ള
സിദ്ധികളെ കുറിച്ച് നമ്മൾ ബോധവാനാവണം. അപ്പൊ ഈ അണിമ, ഗരിമ, ലഘിമ, മഹിമ, പ്രാകാമ്യം, പ്രാപ്തി, ഈശിത്വം, വശിത്വം, ഇങ്ങനെ 8 സിദ്ധികൾ ഒരാളിലേക്ക് കേന്ദ്രീകരിക്കുമ്പോഴാണ് അവരെ അഷ്ടസിദ്ധികളും ലഭിച്ച ആളുകൾ എന്ന് പറയുന്നത്. അവർ കണ്ടെത്തുന്ന ഒരു സംഗതിയിലും ഒരു തെറ്റോ കളങ്കമോ ഉണ്ടാവില്ല. കാരണം അങ്ങനെയാണ് അവർക്ക് ഈ പദവി കിട്ടുന്നത് തന്നെ. അപ്പൊ അവരുടെ മനനത്തിൽ ഇറങ്ങി വരുന്ന വിവരങ്ങളെ അവർ ക്രോഡീകരിച്ച് ശിലാലിഖിതത്തിന്റെ രൂപത്തിലും മറ്റ് ശിഷ്യന്മാരോട് പറഞ്ഞ് അവരുടെ ഓർമ്മ താളുകളിൽ സൂക്ഷിച്ചതുമായിട്ടുള്ള സംഗതികളാണ് പിന്നീട് സിദ്ധവൈദ്യമായിട്ടും ആയുർവേദമായിട്ടും ഒക്കെ മാറിയത്. അപ്പൊ സിദ്ധവൈദ്യം എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിന്റെ പോലെ തന്നെ ഈ എല്ലായിടത്തും ജലത്തിന്റെ ഭാവവും അഭാവവും ഉണ്ടാവുമല്ലോ. അപ്പൊ ഇത് എൻ്റെ പ്രഡിക്ഷനാണ്, ഇതിനെതിരെ വേണമെങ്കിൽ വിവാദം വരാം. അപ്പൊ സിദ്ധവൈദ്യം കൂടുതലായിട്ട് പ്രചാരത്തിൽ ആയ സ്ഥലങ്ങൾ നോക്കുകയാണെങ്കിൽ ജാങ്കല ദേശം എന്ന് ആയുർവേദത്തിൽ പറയും. അത് പറഞ്ഞാൽ വരണ്ട ഭൂമികയിലാണ് ഇത് കൂടുതലായിട്ട്. കാരണം തമിഴ്നാട് പോലെയുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ട് രസ പ്രിപ്പറേഷൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സിദ്ധവൈദ്യം ഞാൻ നേരിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ഇത് അവിടെ വ്യാപിക്കാൻ കാരണമായത് എന്താ വെച്ചാൽ, ഇവിടുത്തെ പോലെ കഷായം ഉണ്ടാക്കണമെങ്കിൽ 16 ഇരട്ടി വെള്ളം വേണം, അല്ലെങ്കിൽ 8 ഇരട്ടി കഷായം ഉണ്ടാക്കണമെങ്കിൽ 8 ഇരട്ടി വെള്ളം വേണം, അല്ലെങ്കിൽ 4 ഇരട്ടി കഷായം ഉണ്ടാക്കണമെങ്കിൽ 4 ഇരട്ടി വെള്ളം വേണം. അറ്റ്ലീസ്റ്റ് 4 ഇരട്ടിയെങ്കിലും ഇല്ലാതെ കഷായമില്ല. അപ്പൊ ഇത്രയും കഷായ ഈ കൽപ്പനകള് ഇവിടെ അത് പ്രചാരത്തിൽ വരുമ്പോൾ അവിടെ അതിന് മാത്രം വെള്ളം ലഭിക്കാത്തൊരു സാഹചര്യം ചിലപ്പോൾ അന്ന് വരികയും, അപ്പൊ അന്നത്തെ മഹർഷിമാർ കണ്ടെത്തിയ ഒരു പോംവഴിയായിരിക്കും ഈ മെർക്കൂറിയൽ അല്ലെങ്കിൽ ഭസ്മ പ്രിപ്പറേഷനിലൂടെ ആളുടെ അസുഖം ഭേദപ്പെടുത്തുക എന്നുള്ള രീതിയിലുള്ള ഈ സിദ്ധവൈദ്യ പ്രകരണം ഉണ്ടായത് അങ്ങനെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പിന്നെ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പറയണമെങ്കിൽ അതിനെക്കുറിച്ച് അറിവ് വേണം. ഞാൻ സിദ്ധവൈദ്യത്തിനെ കുറിച്ച് അത്ര അറിയുന്ന ആളല്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഭാഗം പറയാതെ, കാരണം അഗസ്ത്യ മഹർഷി പറയാതെ അതൊരിക്കലും ഫുള്ളാവില്ല എന്നുള്ളതുകൊണ്ടാണ് അഗസ്ത്യ മഹർഷി ആരാന്ന് ആദ്യം മനസ്സിലായി. അപ്പൊ അദ്ദേഹത്തിൽ നിന്നാണ് ഇതെല്ലാം വന്നത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പൊ ആ ഒരു ചൈതന്യമാണ് ബാക്കിയുള്ള ശിഷ്യരിലെല്ലാം 18 സിദ്ധന്മാരൊക്കെ പറ്റി പറയുന്നതിന്റെ ഒരു കാരണമായിട്ടും ഞാൻ പഴനിയിലൊക്കെ പോകുമ്പോൾ നമ്മളത് എപ്പോഴും ആലോചിക്കാറുണ്ട്. നമ്മുടെ ഉള്ളിൽ മുഴുവൻ ആ സിദ്ധന്മാര് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് പഴനി. അപ്പൊ സാക്ഷാൽ മുരുകന്റെ വിഗ്രഹം പോലും നവഭാഷണം എന്ന് പറഞ്ഞാൽ ശരിക്കും ഏറ്റവും എന്താ പറയാ ഒരു വിഷം ഉള്ള സാധനമാണ്. പക്ഷെ ആ വിഷമുള്ള സാധനത്തിൽ തന്നെ പിന്നീട് ഒരു പ്രശ്നം വരുന്നില്ല. അതിൽ നിന്ന് വരുന്ന ഇത് കഴിച്ച പല ആളുകളുടെയും ചൊറി, ചരങ്ങ്, വേറുള്ള അസുഖങ്ങളൊക്കെ മാറുന്നതായിട്ട് പറയപ്പെടുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊരു അനുഗ്രഹത്തിലൂടെ മാത്രമേ ചികിത്സ നടത്താൻ പറ്റൂ എന്ന് നമ്മൾ ഒക്കെ വിശ്വസിക്കാൻ കാരണം തന്നെ ഇത്തരം സംഭവങ്ങളാണ്, ചരിത്രങ്ങളാണ്. അപ്പൊ അതിനോടൊപ്പം മനസ്സിൽ പെട്ടെന്ന് ചോദ്യം, ചിലപ്പോൾ ആയുർവേദത്തിൽ നമ്മൾ പറയുന്ന ധന്വന്തരി നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ അത് വൈഷ്ണവ പരമ്പര എന്ന് പറയാൻ പറ്റും. അപ്പൊ ഈ പറഞ്ഞ എന്താ സിദ്ധവൈദ്യത്തിൽ നമ്മൾ പറയുന്നത് 18 സിദ്ധന്മാർ എന്ന് പറയുമ്പോൾ ശൈവ കണക്ഷനാണ്. അപ്പൊ ഭാരതത്തിൽ ഇടയ്ക്കെപ്പോഴോ ഉണ്ടായിട്ടുള്ള 2 പരമ്പരകളിൽ ഈ പരസ്പരം പോരടിച്ചു നിന്ന 2 വിഭാഗങ്ങൾ, ശൈവവും വൈഷ്ണവിയും. അപ്പൊ ഇങ്ങനെ ഒരു കൾട്ട് യഥാർത്ഥത്തിൽ ആയുർവേദത്തിലും സിദ്ധയിലും തമ്മിൽ അങ്ങനെ ഉണ്ടായതായിട്ട് അങ്ങ് ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെയുള്ളൊരു ചോദ്യത്തിന് നമ്മൾ എന്താ പറഞ്ഞ വെച്ചാല് അതിനൊരു അടിസ്ഥാനപരമായിട്ടൊരു ആ ചോദ്യം എനിക്കതൊരു ഉത്തരം തരാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താ വെച്ചാല് ആയുർവേദം തുടങ്ങുന്നത് തന്നെ ഇപ്പൊ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. രാഗാദി രോഗാൻ സതതാനുഷക്താൻ അശേഷകായ പ്രസദാൻ അശേഷാൻ ഔത്സുക്യ മോഹാരതിതാൻ ജഗാന യോ അപൂർവ വൈദ്യായ നമോസ്തു തസ്മൈ എന്നാണ് വാഗ്ഭടൻ എഴുതി വെച്ചിരിക്കണം. അപ്പൊ ഈ അപൂർവ വൈദ്യൻ എന്ന് പറയുന്നത് എന്തായാലും അൾട്ടിമേറ്റം ആവുമല്ലോ. അൾട്ടിമേറ്റം എന്ന് പറയുന്നത് മഹാദേവനാവാം, അല്ലെങ്കിൽ മഹാദേവന്റെ പ്രതിരൂപമായിട്ടുള്ള മഹാദേവനെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റാതെ വന്ന സമയത്ത് മഹാദേവൻ തന്നെ സർവാലങ്കാര വിഭൂഷിതനായിട്ട് സൃഷ്ടിച്ചതാണ് മഹാവിഷ്ണുവിനെ എന്നാണ് നമ്മുടെ സനാതന ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവര് ദ്വൈതമല്ല, അദ്വൈതമാണ്
രണ്ടും രണ്ടല്ല ഒന്നാണ് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാന കാരണം അതാണ്. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, മഹാദേവന് പറയണ എല്ലാ പേരും മഹാവിഷ്ണുവിന് പറയണ ഭാഗങ്ങൾ കേൾക്കാം. വളരെ കുറച്ച് പേരേ ഉള്ളൂ ഒരേപോലെ പറയാത്തത്. ആ പറയാത്ത പേരുകളൊക്കെ ഞാൻ ഇന്നലെ മിഞ്ഞാന്നോട്ട് നമ്മുടെ ചർച്ചയിൽ നമ്മൾ പറഞ്ഞു. അതിപ്പോൾ ഇവിടെ പറയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പക്ഷേ ഈ ധന്വന്തരി മൂർത്തി പാലാഴി കടഞ്ഞ് അമൃതകുംഭവുമായി വന്നു എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ ഇവിടെ എടപ്പാള് ശുഗപുരത്ത് ദക്ഷിണാമൂർത്തി ക്ഷേത്രമുണ്ട്. അപ്പൊ ഈ ദക്ഷിണാമൂർത്തി എന്ന് പറയുന്നത് ശൈവ പരമ്പരയിൽ പെടുന്ന ശിവന്റെ പ്രതിരൂപമായിട്ട്. ഇപ്പൊ ഞാനിവിടെ ഉഴിച്ചിൽ നടക്കുമ്പോൾ ആദ്യം ഇവിടെ ജപിച്ചു കൊടുക്കണ ശ്ലോകം തന്നെ ഈ ദക്ഷിണാമൂർത്തിയുടെ ശ്ലോകമാണ്. അപ്പോ ഈ അതിനേക്കാളും ഞാനിവിടെ എന്താ വെച്ചാൽ ഈ ഗുരുർ ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ ഗുരവേ സർവലോകാന വിഷജേ ഭവരോഗിണ നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയെ നമഃ പറഞ്ഞിട്ടാണ് നമ്മളിവിടെ കുട്ടികൾ തുടങ്ങുന്നത്. അപ്പൊ അതിന് കാരണമായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ ഈ രണ്ട് ഇങ്ങനെയുള്ള സങ്കല്പം ഉണ്ടെങ്കിൽ ഇതിന് രണ്ടിനും സങ്കല്പവും അന്നത്തെ ആൾക്കാർ വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ രുദ്രധന്വന്തരി ക്ഷേത്രമുണ്ട്, നമ്മുടെ പ്ലാവന്തോൾ മൂസന്റെ കുലദേവത കേട്ടില്ല. ഇവിടെ നമ്മളെന്താ വെച്ചാൽ നമ്മളിവിടെ പ്ലാവന്തോൾ അഷ്ടവൈദ്യൻ പ്ലാവന്തോൾ മൂസ് അവരുടെ പരദേവതയായിട്ട് തന്നെ പറയണത് ശ്രീ രുദ്രധന്വന്തരി ക്ഷേത്രമാണ്. അവര് അറിയപ്പെടുന്ന SRD എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ നമ്മൾ ഇത് പ്രത്യേകം ഇത് പറയാൻ കാര്യം എന്താ വെച്ചാൽ, അപ്പൊ ഈ രുദ്രധന്വന്തരി വന്നത് എങ്ങനെയെന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ കുറെ കാലം അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. ഞാൻ അവരോട് ഇതുവരെ ചോദിക്കേണ്ടായിട്ടില്ല. കാരണം ആ കുട്ടികളെ എത്രത്തോളം എൻ്റെ പോലെ ഇങ്ങനത്തെ ഇതിന് ഭ്രാന്തമായ ചിന്തകളായിട്ടും ആൾക്കാർ കൽപ്പിക്കാമല്ലോ. അപ്പൊ എൻ്റെ ഈ പദ്ധതി കൂടെ അവരെത്ര ചിന്തിച്ചു പോകേണ്ട നിശ്ചയമില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടില്ല. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടത് കാരണം ഈ രുദ്രധന്വന്തരി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ മാത്രമേ കേട്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഷെയർ ചെയ്തത്. ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ ഈ ദക്ഷിണാമൂർത്തി ശുഗപുരം ദക്ഷിണാമൂർത്തി ക്ഷേത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ മറ്റേ സാക്ഷാൽ ധന്വന്തരി മൂർത്തിയുടെ ക്ഷേത്രം കേട്ടിട്ടുണ്ട്. നെല്ലുവായി ധന്വന്തരി ക്ഷേത്രമുണ്ട്, എരുമപ്പെട്ടി നെല്ലുവായി. അപ്പൊ ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും ഈ രുദ്രധന്വന്തരി നമ്മൾ കേട്ടത് ഇവിടെയാണ്, പ്ലാവന്തോളം. അപ്പൊ ഞാനെന്ത് പറഞ്ഞ വെച്ചാൽ അന്നും ഇങ്ങനെയൊക്കെയുള്ള വിഭാഗം ഉണ്ടെങ്കിൽ ആ വിഭാഗങ്ങൾക്കൊക്കെ ഒരു പ്രാർത്ഥനാ രീതി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു എവിടെങ്കിലും കൊണ്ടുപോയി ഒരു സമർപ്പിക്കാനുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു. ആരോടെങ്കിലും പോയി പരാതി പറയാൻ ഉണ്ടാവുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഒരുപാട് സമാധാനം കിട്ടില്ലേ. ഇപ്പം തന്നെ നേരത്തെ നമ്മുടെ ഒരു ചർച്ചയിൽ എനിക്ക് ഒരു സംശയം തോന്നിയ സാധനം ഞാൻ ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ സാർ അതിനൊരു മറുപടി പറയുമ്പോൾ എനിക്കൊരു സമാധാനമായി. സത്യം പറഞ്ഞാൽ ആ മറുപടി ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഇന്റർവ്യൂ തന്നെ എത്ര മനോഹരമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അത് ഒരു എപ്പോഴും അതാണ് നമ്മൾ കാര്യങ്ങൾ പോയി പറയാൻ. ഇപ്പോൾ അതാണ് ഇപ്പൊ എന്തുകൊണ്ട് ഇതെല്ലാം ശാസ്ത്രത്തിന് നിരക്കണതാണോ എന്നൊക്കെ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയണത് ഇതാണ്, ശാസ്ത്രത്തിന് എനിക്ക് സമാധാനം തരാൻ പറ്റുന്നില്ല. ഇതിലെല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ട്, പക്ഷെ എനിക്ക് സമാധാനം കിട്ടുന്നില്ല. അപ്പൊ ഞാൻ പോയി സമാധാനം പറയുന്ന ആളാണ് എൻ്റെ വെള്ളത്തിലെ ശിവൻ. അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ സാറിനൊക്കെ പല പ്രാവശ്യം ഇപ്പോൾ എൻ്റെ മഹാദേവനെ കാണിക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ എനിക്ക് അവിടെ ചെന്ന് എല്ലാ സാഷ്ടാംഗത ഇതെല്ലാം സമർപ്പിക്കുകയാണ്. അപ്പോൾ ഒരാളെ നമ്മൾ ട്രീറ്റ്മെന്റിന് വരുമ്പോൾ നമ്മൾ അവരെ അവിടെ സമർപ്പിച്ച് കഴിഞ്ഞിട്ടാണ് ഇവിടെ കയറ്റണം വിളിക്കുക. അപ്പൊ അങ്ങ് ഈ സമർപ്പണത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഇപ്പം ഭാരതീയ ദർശനങ്ങളിൽ നമ്മളെ ഏറ്റവും അവസാനത്തെ ഒരു പ്രസ്ഥാനമായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഇതായിട്ട് നമ്മൾ പറയുന്ന കാഷായം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ സമർപ്പണത്തിന്റെ ഒരു വലിയ ഇത് പറയുന്നുണ്ട്. ശരിക്കും കാഷായത്തിന് നമ്മൾ പറയാത്ത തന്നെ ഒരുപാട് അർത്ഥങ്ങൾ ഓംകാരത്തിന് വിശദീകരിക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് കാഷായത്തിന്. അപ്പൊ ആയുർവേദത്തിൽ കഷായമുണ്ട്. അപ്പൊ ഈ കാഷായവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? കഷായമായിട്ടൊരു ബന്ധമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ കഷായത്തിനൊരു പ്രത്യേകത ഉണ്ട്. കഷായത്തിന് ഇതൊക്കെ എൻ്റെ പ്രൊഡിക്ഷനാണ്. അതെന്താ വെച്ചാല് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് സുഖമാണ് ഏറ്റവും ഇഷ്ടം.
അതെ, എല്ലാവർക്കും സുഖം തന്നെയാണ് ഏറ്റവും. പക്ഷെ ഏറ്റവും നല്ല ഷർട്ട്, ഏറ്റവും നല്ല പാൻറ്, അല്ലെങ്കിൽ ഏറ്റവും നല്ല ജീൻസ്, ഏറ്റവും നല്ല ഷൂസ്, ഏറ്റവും നല്ല മൊബൈല്, ഏറ്റവും നല്ല കാറ്, ഏറ്റവും നല്ല വിമാനം, ഏറ്റവും നല്ല ട്രെയിൻ, ഇപ്പൊ വന്ദേ ഭാരത്, ഇങ്ങനെ പുതിയ പുതിയ ഓരോ സാധനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഏറ്റവും നല്ലതിനെ കാക്ഷിക്കുന്ന ആളുകൾ അതിനു മുൻപായിട്ട് കുറച്ച് ത്യാഗോജ്വലമായിട്ടുള്ള ജീവിതം നയിക്കണം. കാരണം ഈ വിമാനമായാലും ഈ ട്രെയിനായാലും ഒക്കെ എത്രയോ ആളുകൾ ഉറക്കമിളച്ച് കഷ്ടപ്പെട്ട് നടത്തിയ കണ്ടുപിടുത്തങ്ങളുടെ അനന്തരഫലമാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ നല്ല സാധനങ്ങളും എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനവും നല്ലത് എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്ന സാധനം നല്ലതിലേക്ക് എത്താൻ ഒരുപാട് പടവുകൾ കയറിയിട്ടാണ്. സ്വാഭാവികമായിട്ടും ആയുർവേദം ഒരാൾക്ക് സ്വസ്ഥത അഥവാ സ്വാസ്ഥ്യം കൊടുക്കാൻ വേണ്ടി ഉള്ള ഒരു ശാസ്ത്രം കൂടിയാണ്. അപ്പം ഈ പൗരാണിക ശാസ്ത്രങ്ങളിൽ സ്വാസ്ഥ്യത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണിത്. അപ്പം ആ പൗരാണിക ശാസ്ത്രങ്ങളിൽ സ്വാസ്ഥ്യം, ആരാണ് സ്വസ്ഥൻ എന്നതിനെ സംബന്ധിച്ച് ഒരു ഭാഗം പറയുന്നുണ്ട്. കഹ സ്വസ്ഥ, ആരാണ് സ്വസ്ഥൻ? അപ്പം അതിന് മഹർഷി മറുപടി പറയാണ്, സമദോഷ സമാഗ്നിശ്ച സമധാതു മലക്രിയ പ്രസന്ന ആത്മേന്ദ്രിയവദന സ്വസ്ഥ ഇത്യഭിധീയതേന. ആരാണ്? സമമായ ദോഷങ്ങൾ, വാദം പിത്തം കഫം മുതലായി ശരീരത്തിനെ താങ്ങി നിർത്തുന്ന 3 ദോഷങ്ങളും സമമായ അളവിലുള്ളവനും, സമധാതു രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്രം, അത് സ്ത്രീകൾക്കാണെങ്കിൽ ആർത്തവം, ഈ 7 ധാതുക്കൾ സപ്തധാതുക്കളും തുലന നിലയിലുള്ള ആരാണ്? അത് ആ ആള്. സമാഗ്നി, സമാഗ്നി പറഞ്ഞാൽ ആയുർവേദം മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ വളരെ ശക്തമായിട്ട് പറയും, കാരണം ആയുർവേദത്തിന്റെ ഏറ്റവും വലിയ ബേസിക് പോയിന്റ് ആണത്. ആയുർവേദം മാത്രമേ ഉള്ളൂ സമമായ അഗ്നിയെ പറ്റി പറയുന്നത്. ആയുർവേദം മാത്രമേ ഉള്ളൂ. ആയുർവേദം നോട്ട് ഓൺലി ഡിസ്ക്രൈബ് അബൌട്ട് ഡൈജസ്റ്റീവ് ഫയർ, ഒരു ഡൈജസ്റ്റീവ് ഫയറിനെ പറ്റി മാത്രമല്ല ആയുർവേദം പറയണത്. ബാക്കിയുള്ളതെല്ലാം ഒരു ഡൈജസ്റ്റീവ് ഫയറിനെ പറ്റിയിട്ട് പറയുള്ളൂ. ആയുർവേദം ധാത്വഗ്നി ഭാഗത്തിനെ പറ്റി പറയുന്നുണ്ട്. ഓരോ ധാതുവിൽ നിന്നും അടുത്ത ധാതുവിലേക്ക് ആഹാരരസങ്ങൾ പരിണമിച്ച് ഉണ്ടാകുന്ന ആ പ്രക്രിയയിൽ ഒരു അഗ്നി വർക്ക് ചെയ്യേണ്ടതെന്ന് ആയുർവേദം മാത്രമേ പറയുന്നുള്ളൂ. അതേപോലെ ആയുർവേദം മാത്രമേ പറയുന്നുള്ളൂ വിഭാഗം, വിശേഷേണ പാക ഇത് വിഭാഗം. വിശേഷമായ ഒരു പാകം പക്വാശയത്തിൽ വെച്ച് ആമാശയത്തിൻ്റെയും പക്വാശയത്തിൻ്റെയും മധ്യഭാഗത്ത് വെച്ചിട്ട് ആമാശയം കഴിഞ്ഞ് പക്വാശയത്തിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് ഒരു പാകം സംഭവിക്കുന്നു എന്ന് ആയുർവേദം മാത്രമേ പറയുന്നുള്ളൂ. ആ വിശേഷണ പാകത്തിനെ പറ്റി പറയാണ്. ഈ 6 രസങ്ങൾ കൂടിച്ചേർന്നിട്ട് 3 വിഭാഗമേ ഉള്ളൂ. സ്വാദ്, അമ്ല, ലവണ, തിക്തോഷണ, കഷായക എന്ന് 6 രസം പറയുന്നുണ്ട്. സ്വാദ് മധുരം, അമ്ളം പുളി, ലവണം ഉപ്പ്, തിക്തം മനസ്സിലായില്ലേ? ഓഷണം ഭയങ്കര എരിവുള്ളത്, കഷായം ആസ്ട്രിജൻ. അപ്പൊ ഈ 6 രസങ്ങൾ ഉള്ളിൽ ചെന്ന് നടക്കുന്ന ഈ വിഭാഗത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഈ വിഭാഗത്തിനെ പറ്റിയിട്ട് ഏതെങ്കിലും ഒരു സയന്റിസ്റ്റ് സംസാരിച്ചാൽ നമ്മളത് സമ്മതിക്കാം. ഇതടക്കം വന്ന് കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പൊ അതാണ്. അപ്പൊ ഇതിന് പറയണത് മധുര വിഭാഗം, അമ്ല വിഭാഗം, കടു വിഭാഗം, അത്രേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ ഈ ഒരു സംഗതിയിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ നിങ്ങൾ ചുക്ക് പറയണ സംഗതി എന്ത് വിഭാഗമാണ്? ചുക്ക് കടിക്കുമ്പോ നിങ്ങൾക്ക് എന്ത് രസം കിട്ടും? ചുക്ക് കടിക്കുമ്പോ നിങ്ങൾക്ക് ഒരു എരിവ കിട്ടുക അല്ലേ? ആണോ അല്ലേ? അപ്പൊ ഈ ചുക്ക് അകത്ത് പോയി കഴിഞ്ഞാൽ എന്ത് വിഭാഗമാണെന്ന് അറിയോ? ചുക്ക് മധുര വിഭാഗമാണ് അകത്ത് പോയത്. അതാണ് ചുക്കില്ലാത്ത കഷായല്ല എന്നൊക്കെ ചൊല്ലി വരാൻ കാര്യം അതാ. ചുക്ക് നിങ്ങളുടെ അകത്ത് പോയാൽ ഈ വിഭാഗത്തിൽ എത്തുമ്പോൾ ചുക്ക് മധുര വിഭാഗമാണ്. അതാണ് ചുക്ക് എന്ന് പറയുന്നത്. മരുന്നിന്റെ പ്രത്യേകത തന്നെ അതാണ്.
ഇഞ്ചി ഉണങ്ങണതാണ് ചുക്ക്, നിങ്ങൾക്കൊക്കെ അറിയാലോ. അപ്പൊ ഇതിനുണ്ടാവേണ്ട രസവും വിഭാഗവും, രസം അതിന് കടുവാണ്, എരിവാണ്. ഉള്ളിൽ ചെന്നാൽ മധുര വിഭാഗമാണ്. അപ്പൊ ഈ വിഭാഗത്തിനെ പറ്റിയിട്ടും ആയുർവേദം മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ഇത്തരം സമമലം, വിയർപ്പും സാധാരണ നമ്മുടെ ശോധനയിൽ ഉണ്ടാവണ മലവും മൂത്രവും, ഈ 3 മലങ്ങളും ഒരാൾക്ക് സമമായിരിക്കുക. പിന്നെയോ പ്രസന്ന ആത്മ ഇന്ദ്രിയ മന, അത് വളരെ രസകരമായിട്ടുള്ള സാധനമാണ്. പ്രസന്നമായ ആത്മാവിനോട് കൂടിയവൻ, പ്രസന്നമായ ഇന്ദ്രിയങ്ങൾ, അതിൽ ജ്ഞാനേന്ദ്രിയങ്ങൾ പെടും. ആകെ 2 ലൈൻ ശ്ലോകമേ ഉള്ളൂ, നമുക്ക് ഒരു ദിവസം ക്ലാസ് എടുക്കാം. പ്രസന്നമായ കർമ്മേന്ദ്രിയങ്ങൾ, പ്രസന്നമായ ജ്ഞാനേന്ദ്രിയങ്ങള്, പിന്നെയോ മനസ്സ്. അപ്പൊ ഒരാൾ ചോദിക്കുകയാണ്, എവിടെയാണ് ഈ മനസ്സ് സ്ഥിതി ചെയ്യണേ? ഇപ്പോഴും ആളുകളാരും ഇത്രയും ഇവര് പറയണ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയിട്ടും, സാറ് പറഞ്ഞ റോക്കറ്റ് വരെ ഇവിടുന്ന് അവിടെ വരെ എത്തിയിട്ടും ഈ മനസ്സ് എവിടെയെന്ന് കണ്ടുപിടിക്കും. റോക്കറ്റിനെക്കാളും സ്പീഡിലാണ് ഈ സാധനം സഞ്ചരിച്ചുകൊണ്ടിരിക്കണം, എന്നിട്ട് ഇത് കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പൊ ഈ മനസ്സ് അടക്കം ശുദ്ധമായ രീതിയിൽ ആരാണോ ഇരിക്കണത്, സ്വസ്ഥഹ ഇതി അഭിധീയത, അവനെയാണ് എന്ത് വിളിക്കേണ്ടത്? സ്വസ്ഥൻ എന്ന് വിളിക്കേണ്ടത് എന്നാണ് ആയുർവേദം പറയണത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു സ്വസ്ഥതയിലേക്കാണ് നമ്മുടെ ആയുർവേദം ഒരു മനുഷ്യനെ നയിക്കുന്നത്.